സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ജൂലൈ 30 വ്യാഴം. മാതൃകയാകേണ്ടവർ പിഴച്ചാലോ? വടകരയിലെ MDMA കേസുമായി ബന്ധപ്പെട്ട് അധ്യാപികമാർ അറസ്റ്റിലായ സംഭവം പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ ലഹരിയുടെ കെണിയിൽ നിന്ന് സംരക്ഷിക്കേണ്ടവരും ജീവിത മൂല്യങ്ങളിലേക്ക് നയിക്കേണ്ടവരുമായ അധ്യാപകർ തന്നെ ലഹരി മാഫിയയുടെ കണ്ണികളായി മാറുന്നു എന്നത് അതീവ ഗൗരവത്തോടെ പരിശോധിക്കപ്പെടണം. അധ്യാപകരെന്ന നിലയിൽ സമൂഹം നൽകുന്ന വിശ്വാസവും ബഹുമാനവും മറയാക്കി ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണ ക്രിമിനൽ കേസ് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയെയും വിദ്യാർത്ഥികളുടെ സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്ന അതിഗുരുതര സാമൂഹിക പ്രശ്നമാണ്. കുട്ടികൾക്കും ഇവർ ലഹരി കൈമാറിയോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കളിൽ ഉയർത്തുന്നത് അതീവ ആശങ്കയാണ്. പേരാമ്പ്ര BRCയിലെ ട്രെയിനർമാരായ കാവ്യ, കീർത്തന, നീഷ്മ എന്നീ കരാർ അധ്യാപകരാണ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. വടകര താഴെയങ്ങാടി സ്വദേശി റിസ്വാൻ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അധ്യാപികമാർ ഉൾപ്പെടെ വൻ റാക്കറ്റിനെക്കുറിച്ച് വിവരം ലഭിച്ചതും അറസ്റ്റിലേക്ക് നയിച്ചതും. പോലീസ് അന്വേഷണത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ആശങ്കാജനകമാണ്. ലഹരി സംഘങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചെന്നും പണം കൈമാറിയ ശേഷം ലഹരി ഒളിപ്പിച്ച സ്ഥലത്തിൻ്റെ വിവരങ്ങൾ കൈമാറിയെന്നുമുള്ള ആരോപണങ്ങളാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉയരുന്നത്. ലഹരി ശൃംഖലയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അന്വേഷണം സമഗ്രമായും നിഷ്പക്ഷമായും മുന്നോട്ട് കൊണ്ടുപോകണം. ലഹരി ഉപയോഗിക്കുന്നവരെ മാത്രം പിടികൂടുന്നതിലൂടെ ഈ സാമൂഹിക വിപത്തിനെ ഇല്ലാതാക്കാനാവില്ല. ലഹരി എത്തിക്കുന്നവർ, വിതരണം ചെയ്യുന്നവർ, സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്നവർ, സമൂഹത്തിൽ മാന്യതയുള്ള തൊഴിൽ രംഗങ്ങളെയും സ്ഥാപനങ്ങളെയും മറയാക്കുന്നവർ തുടങ്ങി ശൃംഖലയുടെ എല്ലാ കണ്ണികളെയും കണ്ടെത്തണം. ലഹരി വ്യാപാരത്തിൻ്റെ പണമൊഴുക്ക് കണ്ടെത്തുകയും ബാങ്ക് അക്കൗണ്ടുകൾ, ഡിജിറ്റൽ ഇടപാടുകൾ, സാമൂഹിക മാധ്യമ ബന്ധങ്ങൾ എന്നിവ ശാസ്ത്രീയമായി പരിശോധിക്കുകയും വേണം. കേസിൽ ഉൾപ്പെട്ടവരുടെ സാമൂഹിക പദവിയോ തൊഴിൽ മേഖലയോ അന്വേഷണത്തിന് തടസ്സമാകരുത്. അതേസമയം അന്വേഷണത്തിൻ്റെ പേരിൽ തെളിവില്ലാത്ത ആരോപണങ്ങൾ പ്രചരിപ്പിച്ച് നിരപരാധികളെ അപകീർത്തിപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രതയും അനിവാര്യമാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരി ശൃംഖലകൾക്കെതിരായ പോരാട്ടത്തിന് പുതിയ ഊർജം നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ലഹരി സംഘങ്ങളുടെ വിവിധ കണ്ണികൾ പിടിയിലാകുകയും ചെയ്യുന്നത് നിയമ സംവിധാനങ്ങളുടെ ജാഗ്രതയും ഇടപെടലും വ്യക്തമാക്കുന്നു. എന്നാൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും സമൂഹത്തിലെ വിവിധ തൊഴിൽ മേഖലകളിൽപ്പെട്ടവർ ലഹരി കേസുകളിൽ ഉൾപ്പെടുന്നതും മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ലഹരി മാഫിയ സമൂഹത്തിൽ എത്ര ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടെന്നും അതിൻ്റെ ശൃംഖല എത്ര വിപുലമാണെന്നും ഇതിലൂടെ വ്യക്തമാകുന്നു. ലഹരിയുടെ ഒഴുക്ക് തടയാൻ നിയമ നടപടികൾ ശക്തമാക്കുന്നത് ആശ്വാസകരമാണ്. എന്നാൽ അറസ്റ്റുകളുടെ എണ്ണം മാത്രം വിജയത്തിൻ്റെ അളവുകോലാകരുത്. ഉറവിടങ്ങൾ കണ്ടെത്തുകയും വിതരണ ശൃംഖല തകർക്കുകയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരിയുടെ സ്വാധീനത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നതിലാണ് യഥാർത്ഥ വിജയം. അതിനുവേണ്ടി പോലീസും എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണം. സ്കൂളുകൾ ലഹരി മാഫിയയുടെ സ്വാധീന മേഖലയാകുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. സ്കൂൾ പരിസരങ്ങളിലെ സംശയാസ്പദ ഇടപെടലുകൾ നിരീക്ഷിക്കാനും വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തമാക്കാനും ഫലപ്രദമായ സംവിധാനങ്ങൾ വേണം. അധ്യാപകരുടെയും അനധ്യാപകരുടെയും താൽക്കാലിക ജീവനക്കാരുടെയും നിയമനങ്ങളിലും പ്രവർത്തനങ്ങളിലും ആവശ്യമായ ജാഗ്രത ഉറപ്പാക്കണം. എന്നാൽ നിരീക്ഷണത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സംശയത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടരുത്. വിശ്വാസവും കരുതലും ബോധവൽക്കരണവും ചേർന്ന സമീപനമാണ് വേണ്ടത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപക സമൂഹത്തിന് നിർണായക പങ്കുണ്ട്. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്താനും ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനും സംശയാസ്പദ സാഹചര്യങ്ങൾ തിരിച്ചറിയാനും അധ്യാപകർ മുന്നിട്ടിറങ്ങണം. വടകരയിലെ സംഭവം അധ്യാപക സമൂഹത്തിന് അപമാനമായി മാത്രം കാണാതെ വിദ്യാഭ്യാസ മേഖലയെ ലഹരി മാഫിയയുടെ സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ജാഗ്രതാ മുന്നറിയിപ്പായി സ്വീകരിക്കണം. അധ്യാപകരുടെ സൽപ്പേരും സമൂഹ വിശ്വാസവും കുറ്റകൃത്യങ്ങളുടെ മറയാക്കാൻ ആരെയും അനുവദിക്കരുത്. കേസിലെ മുഴുവൻ സത്യവും പുറത്തു കൊണ്ടുവരണം. പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും സാമ്പത്തിക സഹായം നൽകുന്നവരെയും ലഹരി എത്തിക്കുന്നവരെയും കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കണം. കുറ്റം തെളിയിക്കപ്പെടുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണം. അതോടൊപ്പം ലഹരിക്കെതിരെ ശക്തമായ സാമൂഹിക പ്രതിരോധം വളർത്തുകയും വേണം. വടകരയിലെ അധ്യാപികമാരുടെ അറസ്റ്റ് ഒരു MDMA കേസായി മാത്രം അവസാനിക്കരുത്.
സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും ലഹരി മാഫിയകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കൂടുതൽ ശക്തമായ ഇടപെടലുകൾക്ക് അത് പ്രചോദനമാകണം. അധ്യാപകർ എന്ന മഹത്തായ പദവിയുടെ വിശ്വാസ്യത സംരക്ഷിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരിമുക്ത ഇടങ്ങളാക്കി നിലനിർത്താനും സമൂഹം ഒന്നിച്ചു നിൽക്കണം. ലഹരി മാഫിയയെ സ്കൂളുകളുടെ പരിസരത്തു നിന്നും സമൂഹത്തിൻ്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും തൂത്തെറിയാനുള്ള നിർണായകമായ ജനകീയ പോരാട്ടമായി ഈ സംഭവം മാറട്ടെയെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്.